ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മദ്ഹൂത്ത് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മദ്ഹൂത്ത് തയ്യാറാക്കിയെടുക്കാം. അത് മാത്രമല്ല കേട്ടോ, കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മദ്ഹൂത്ത് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതിൽക്കുള്ള മസാല അപ്പോൾ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. അതിനെന്താ ഞാൻ ഗ്രാമ്പു, ഏലക്ക, പട്ട, ബേ ലീഫ്, നല്ല ജീരകം, തക്കോലം, അതേപോലെ തന്നെ മല്ലിയാണ് എടുത്തിട്ടുള്ളത്, കുരുമുളകും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചധികം തന്നെ സ്പൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്ര എടുക്കണമെന്നില്ല, ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കിതിൽക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഇത് കുറച്ച് വറവായി വന്നതിന് ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മസാലപ്പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് വേണം, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 3 മുളകാണ് എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്, അതുപോലെ തന്നെ 2 പഴുത്ത തക്കാളി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കണം കേട്ടോ, ജ്യൂസാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിൽക്ക് ഒരു ക്യാപ്സിക്കവും അതേപോലെ തന്നെ 2 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ്സ്, അപ്പോൾ ഒന്നിൽ 2 മാഗി ക്യൂബ്സ് ഉണ്ടാവും, അപ്പം അങ്ങനെ മൊത്തം 4 മാഗി ക്യൂബ്സ് എടുക്കുക. ഇനി അതേപോലെ ഇതായിട്ടുള്ള സ്പൈസസ് തക്കാളിയും അടിച്ചു വെച്ചിട്ടുണ്ട്, അതിക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇടാനുള്ള സ്പൈസസും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് 10 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ ഉണക്കനാരങ്ങ കേട്ടോ, അതും കൂടി ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. വലിയുള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഫ്ലെയിം കുറച്ച് കൊടുക്കണേ, നമ്മൾ കരിഞ്ഞു പോവാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. മാഗി ക്യൂബ്സ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പിച്ചി കൊടുക്കുക കേട്ടോ, നന്നായിട്ടൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ, രണ്ടും കൂടി ഒരുമിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആ സ്പൈസസ് ഒക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടി ഇടുമ്പോൾ തന്നെ നമ്മളെ ഈ ഒരു ഇതിന് നല്ലൊരു മണം ആയിക്കാരം കേട്ടോ.
അപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് തന്നെ ഉണ്ട്. ഇത് മണം അടിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി അടിച്ചു വെച്ചത് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലും പാടിട്ട് ഒരു പിടി അതിക്ക് നന്നായിട്ട് അരച്ചിട്ട് ആ തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് വേണ്ട, ഈ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 1 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസ്, 1.5 കിലോ ചിക്കന്. അപ്പോൾ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിനി ഇതിൽക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ വലിയ പീസാക്കി എടുക്കാൻ തന്നെ നോക്കട്ടെ. വലിയ പീസാണ് ഇതിൽക്ക് ടേസ്റ്റ് കൂടുതൽ. ഒരു 8 പീസോളം ചിക്കൻ ഉണ്ടായിരുന്നു. 1.5 കിലോ ചിക്കനാണ്. അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാകുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമൊക്കെ എടുക്കുക. ഇതിന് അങ്ങനത്തെ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് ചിക്കനൊന്ന് പറ്റി പിടിച്ച് നിൽക്കണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി 1.5 കപ്പ് വെള്ളത്തിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. നമ്മൾ ഉപ്പില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടില്ലെങ്കിൽ എന്തിനായാലും ടേസ്റ്റ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 3 വിസലാണ് കേട്ടോ അടിക്കേണ്ടത്. മൊത്തം 4 വിസൽ അടിക്കണം. അപ്പോൾ ഇതിന് ചിക്കന് വലിയ പീസായതുകൊണ്ട് 3 വിസൽ അടിക്കണം. അപ്പോൾ ഇനി അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്കുള്ള സൽത്തിയും കൂടി തയ്യാറാക്കാം. അതിനിതാ ഞാൻ 2 പഴുത്ത തക്കാളി, 1 പച്ചമുളക്, പിന്നെ മല്ലിയില അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും സുറുക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതാ കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. മൊത്തം 1.5 കപ്പ് വെള്ളം. ബസുമതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ 1 മണിക്കൂർ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തും നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അരിയും ചിക്കനും വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് ഒരൊറ്റ വിസിൽ തന്നെ എല്ലാം റെഡിയായി കിട്ടും. ഇപ്പോൾ ദാ നമുക്ക് കുക്കറൊക്കെ അടച്ച് വെച്ച് ഇനി ഒരൊറ്റ വിസിൽ മതി. ഒരു ഒറ്റ വിസിൽ തന്നെ നമ്മളെ ടേസ്റ്റി ആയിട്ട് മൽഹൂത്ത് ഇവിടെ തയ്യാറാവും. കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. അപ്പോൾ അതാ വിസിലൊക്കെ അടിച്ച് നമ്മളത് ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ലൊരു മണം, ആവി പറക്കുന്ന മൽഹൂത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണേ. ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അതിന് ഞാൻ അതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മളിത് കുക്കറിൽ നിന്ന് നേരെ കൊട്ടിയതിന് ശേഷം ആ ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ആവി പറക്കുന്ന നല്ലൊരു മൽഹൂത്ത് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.